നിനക്കാ അവളുടെ കയ്യിൽ നിന്ന് കൂലി കിട്ടേണ്ടത്. പ്രിയങ്ക വലിയ ആഗ്രഹമായിട്ട് പറഞ്ഞപ്പോ. അപ്പൊ എന്നോട് നിനക്ക് കള്ളം പറയാല്ലേ? എന്റെ വിശ്വാസങ്ങൾ നിനക്ക് തകർക്കല്ലേ? ദേവാ, എല്ലാം ഇവളുടെ അടവാ. നമ്മളെല്ലാവരും കൂടി പറഞ്ഞപ്പോ പ്രിയങ്ക എല്ലാം മതിയാക്കി വെച്ചതാ. പക്ഷെ ഇവള് നിർബന്ധിച്ചു കാണും. അല്ല മുത്തശ്ശി, ഞാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. അവള് കരഞ്ഞെന്റെ കാല് പിടിച്ച് പറഞ്ഞപ്പോഴും. ആ, എന്നാ പിന്നെ അതറിയണമല്ലോ. ഞാൻ പ്രിയങ്ക മോളെ വിളിക്കാം. നെഞ്ചിൽ തന്നെ കുത്തിക്കളഞ്ഞല്ലടി മോളെ. ഹലോ മുത്തശ്ശി. ആ, ഞാനേ നിന്റെ അച്ഛന് കൊടുക്കാം മോളെ. അച്ഛന് നിന്നോട് എന്തോ ചോദിക്കാനുണ്ടെന്ന്. ഹലോ അച്ഛാ. നീ സിനിമയിൽ അഭിനയിച്ചോ? നീ സിനിമയിൽ അഭിനയിക്കാൻ പോയിരുന്നോന്ന്? പോയിരുന്നു. ഞാനത് വിലക്കിയതല്ലേ? ഞാൻ പോന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചതാ. പക്ഷെ ചേച്ചി എന്നെ നിർബന്ധിച്ചു. അച്ഛനോടും അമ്മയോടും പറയണമെന്ന് ഞാൻ ചേച്ചിയോട് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന്. നീ വലിയ ആളായി കഴിയുമ്പോ അവര് നിന്റെ പിന്നാലെ വന്നോളൂ എന്നൊക്കെ ചേച്ചി പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല. പ്രിയ പറയുന്ന സത്യമൊന്നും അല്ല അച്ഛാ. ഞാൻ പറയുന്ന സത്യം അച്ഛാ. ഇവിടെ കണിമംഗലത്ത് പോലും ആരോടും പറയണ്ടെന്നാ ചേച്ചി പറഞ്ഞത്. എന്നോട് ക്ഷമിക്കണം അച്ഛാ. ഞാൻ കരുതിയത് എപ്പോഴെങ്കിലും അച്ഛനോട് ചേച്ചി പറഞ്ഞിട്ടുണ്ടാവുമെന്നാ. നീ ഫോൺ വെച്ചോ. ശരി അച്ഛാ. കേട്ടില്ലേ? ഇവളാരെ അറിയിച്ചിട്ടില്ല. അവള് ജീവിക്കുന്ന കണിമംഗലത്തെയും ആരെയും അറിയിച്ചിട്ടില്ല. അപ്പൊ പിന്നെ ഇവളുടെ ഉദ്ദേശം എന്താ? പോടി അങ്ങോട്ട്. കഥ തുറക്ക്. ആറ്റുവാശ്ശേരി കുടുംബം നീയുമായിട്ട് ഇനി യാതൊരു ബന്ധവുമില്ല. ഇറങ്ങി പൊയ്ക്കോണം ഇവിടുന്ന്. നോക്കി നിൽക്കാതെ പോടി ഇവിടുന്ന്. യശോദേ, അവൾ എന്നേക്കുമായിട്ട് പുറത്തുപോയി. തിരിച്ചു വിളിക്കാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിലുണ്ടല്ലോ. എന്റെ കൃഷ്ണ, ഞാൻ എങ്ങനെ ഇവരെ പറഞ്ഞു മനസ്സിലാക്കുക? ഇത്രയുണ്ടായിരുന്നുള്ളൂ എന്നോടുള്ള വിശ്വാസം. അച്ഛൻ എന്നെ ആട്ടി പുറത്താക്കിയത് ഞാൻ ചത്തതിന് തുല്യല്ലേ? എനിക്കിടെ എങ്ങോട്ടാ പോകാനുള്ളത്? എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 3 4 വട്ടം അതിനെക്കുറിച്ച് ആലോചിക്കണം. എന്നിട്ട്
അത് ശരിയാണെന്ന് മനസ്സിൽ പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് ചെയ്യാവൂ. വേണ്ട, അവിടെ ചെന്നാലും ആദ്യം സ്വീകരിക്കായിരിക്കും. അത് കഴിഞ്ഞാലും ഇതുപോലെ ആട്ടി പുറത്താക്കും. എനിക്കാരുമില്ല, ഞാൻ അനാഥയാ. അനാഥ പെണ്ണിനെ തെരുവ് തന്നെയാ ശരണം. ദേവേട്ടാ, ദേവേട്ടാ, ഒന്ന് വാതിൽ തുറക്ക്. ദേവേട്ടാ, ഓ, അവസാനം അവള് പടി ഇറങ്ങി. ദേവേട്ടാ,